ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? സുഖം തന്നെയല്ല എല്ലാവർക്കും? ഞമ്മക്കിവിടെ സുഖമാണ്, അൽഹംദുലില്ലാ. നമ്മളിവിടെ നിന്ന് ചുണ്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, പച്ചക്കുള്ള കൂട്ടാൻ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കി. അതിന് വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 3 എടുത്തോണ്ടി. ഒരു 4 തക്കാളി, 4 3 വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 മതി. അപ്പോൾ അതുണ്ടായിരിക്കങ്ങാണ്ട് അതൊന്ന് വാട്ടിങ്ങാണ്ടേ കാണാം. ഒരു 2 പച്ചമുളകും, ഒരു 2 പച്ചമുളകും അതും അതിൻ്റെ ഒപ്പം വാട്ടിയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടു നോക്കി. നല്ലതാണ് കേട്ടോ മക്കളെ, ഈ ഒരു സാധനം തിന്നാൻ നല്ലതാണ്. ഇതാ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചതും. ഇനി അയക്കത് ഇട്ടാണ്ട് നല്ലോണം വാട്ടിയിട്ടേ ഒന്നും കുത്തി ഉടക്കുക. മൂത്തതാണെങ്കിൽ തോലും കുരുവൊക്കെ ഉണ്ടാവും. ഇത് വല്ലാതെ ഇതായിട്ടൊന്നുമില്ലേ, നമ്മൾ മരത്തമ്മ ഉണ്ടേ. ഞാൻ നാളത്തെ വീഡിയോയിൽ കാട്ടി തന്നതിനും ചുണ്ടക്കൻ്റെ മരം. അപ്പോൾ അതാണിത്. ഇനി ഇത് മന്ദംകോല് വെച്ചിങ്ങാണ്ട്, ഇനിയിപ്പം നിങ്ങളൊക്കെ മന്ദംകോലില്ലെങ്കിൽ വലിയ കയ്യിൽ വെച്ചിങ്ങാണ്ട് തള്ളക്കയ്യിലും ഇതൊക്കെ അല്ലേ, അതെന്തെങ്കിലും ഒന്ന് വെച്ചിങ്ങാണ്ട് വലിയൊരു കയ്യിൽ വെച്ചിങ്ങാണ്ട് ഉടച്ചാലും മതി, എളുപ്പമടി. ഉള്ളി ഒന്നും കൊണ്ട് വാടീൻ്റെ ശൈക്കാൻ എന്താണ് ഇട്ട് കൊടുത്താൽ ഉള്ളിയും വാടും ഇതും വാടും. അപ്പോൾ പൊക്കണ്ട് ഉടഞ്ഞു കൊണ്ടോ. ഇനി അതിക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ച തക്കാളിയും അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടിയൊക്കെ അതും കൊണ്ടിടുക. ഒരു എരിവിന് പാകത്തിന്, കാരണം നമ്മളതിൽ പച്ചമുളക് ഇട്ടിങ്ങനെ 2. കുറച്ച് മല്ലിപ്പൊടി ഇടുക കേട്ടോ, ഒരു 1/2 സ്പൂണ്. കുറച്ച് പറഞ്ഞാൽ ഒരു 1/2 സ്പൂണ്. പിന്നെ അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും. തക്കാളി ആയിക്കിട്ടാണ് നല്ലോണം ഞാനൊന്ന് വാടട്ടെ. നോക്കണേ നിങ്ങൾ, നല്ലോണം വാടിക്കണം കേട്ടോ. ഇത് മാത്രം കൂട്ടി ചോറ് കഴിച്ചാൽ ടേസ്റ്റാണ്. നമുക്കിതൊക്കെ മതി, കാരണം നമുക്ക് തോനെ കറിൻ്റെ ആവശ്യമില്ല. നമുക്കൊക്കെ ഇങ്ങനെ പുരട്ടിയതാണെന്നുണ്ടെങ്കിൽ ഉഷാറാണ്. പക്ഷെ മറ്റവർക്കൊന്നും അത് പോരട്ടെ, അവർക്ക് നല്ലോണം കറി തന്നെ വേണം. അപ്പോൾ കറി ഉണ്ട്. കറി ഇത് വെള്ളമാക്കി വെച്ചാൽ പിന്നെ അത് സാമ്പാറാക്കി വെക്കുക, പിന്നെ തേങ്ങ അരച്ചാണ്ട് പുളി ചേർന്ന് വെക്കുക. അപ്പോൾ കറി കുറച്ചുള്ളത് കൊണ്ട് ഇങ്ങനെയാണ് കാട്ടിയതാണ്. അതൊരു തികയില്ല. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കോണ്ടി. പിന്നെ ഇത് നമുക്കിവിടെ ചന്തയിലും വാങ്ങാൻ കിട്ടും, പച്ചക്കറി കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇത്രയും കായ്ക്ക് 20 റുപ്യ 30 റുപ്യ കൊടുക്കണം. തടിക്ക് നല്ലതാണ് കേട്ടോ. ചോരല്ലാത്തവർക്കൊക്കെ ഈ സാധനം കളയരുത്. നമ്മളൊന്നും ഇതാക്കൂല, അത് എന്തൊരു കായാണോ എഴുതിയിട്ട്. ചുണ്ടക്കയാണ്, അത് നല്ലതാണ് തിന്നാൻ. അപ്പം ഇനി നമ്മൾ പൂരി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കണം നിങ്ങൾക്കാണ് കാട്ടിത്തരാം. ഇനിയിപ്പോൾ അറിയണോലും എല്ലാവരും ഒന്നും അറിയണോലും ആവില്ല. ഇതിപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരും ഉണ്ടാവുമേ. അപ്പോൾ അങ്ങനത്തെവർക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. നമ്മളൊന്നും ഇടുന്നില്ല കേട്ടോ, വെറും ഉപ്പും വെറും വെള്ളമാണ്. ഉപ്പ് നമ്മൾ കല്ലുപ്പ് ഇടുന്നതിനെ കൊണ്ടേ ആ വെള്ളത്തിൽ കണ്ടിട്ടേക്കണം കേട്ടോ മക്കളെ. ആവശ്യത്തിനുള്ള ഉപ്പ് ഈ കണ്ടിട്ടേക്കണം. ഇത്ര മാത്രമേ നമ്മൾ കൂട്ടുള്ളൂ. പൂരിക്ക് മാവ് കുഴക്കുമ്പോൾ നല്ലോണം പൊള്ളക്കും. നല്ലോണം കുഴച്ചിങ്ങാണ്ടേ ഒരു കുറച്ച് നേരം അവിടെ വെച്ചിങ്ങാണ്ട് കുറച്ച് നേരം അവിടെ വെക്കണം. എന്നെങ്കിലുള്ള മാവൊന്ന് പതായി കിട്ടുക. അല്ലെങ്കിൽ പിന്നെ നല്ലോണം അടിച്ചു കുഴച്ചാലും മതി. നമുക്ക് വലിയ ഇതൊന്നുമില്ലല്ലോ, ചുറ്റുപാടൊന്നുമില്ല. അപ്പോൾ അവിടെ കുറച്ച് നേരം കുഴച്ച് വെച്ചിങ്ങാണ്ട് അപ്പോൾ ഞാൻ അപ്പുറത്ത് അതിൽ കുറുമ ഉണ്ടാക്കണം, മസാല തേങ്ങ ഇട്ടിട്ട്. അപ്പോൾ അത് അവിടെ ഇത് മാവ് കുഴച്ച് വെച്ചിങ്ങാണ്ട് അതവിടെ റെഡിയാക്കിങ്ങാണ്ട് ഇതാണ് പരത്തിങ്ങാണ്ട് ചുട്ടാലേ അതിൻ്റെ പണിയാണ് കഴിയും. മസാല ഉണ്ടാക്കണമൊക്കെ പിന്നെ ഞങ്ങൾക്ക് കാട്ടി തന്നിങ്ങനെ, എന്നാലും ഇപ്പം നമ്മൾ ഉണ്ടാക്കണത് ആണ് കാട്ടിത്തരുമെന്ന് മാത്രം. ഉരുളൻകിഴങ്ങ് നമ്മൾ കുക്കറിൽ വേവിച്ചിങ്ങാണ്ടേ
അതിൻ്റെ തോലെടുത്ത് കണ്ടട വച്ചേക്കാണ്. അതിക്കില്ല ഉള്ളിയും തക്കാളിയും അതുകൊണ്ട് വാട്ടിങ്ങാണ്ട് അതിൻ്റെ പണിയും കഴിഞ്ഞു. അത് ഞാൻ മുഴുവൻ കാട്ടിത്തരാത്ത നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ മുന്നേ കാട്ടി തന്നിക്കണം. അപ്പോൾ അതുമല്ല നേരം വൈകണമുണ്ട്. നിസ്കരിച്ചാൻ പോണവർക്ക് നിസ്കരിച്ചാൻ ഇതിന് തറാവിക്ക് പോണവൾക്കേ അപ്പോൾ ഇങ്ങനെ ആയി കിട്ടൂല. അപ്പോൾ അതാ ചൂടലും തുടങ്ങി. നോക്കുകയാണെങ്കിൽ നല്ലോണം പൊള്ളക്കണുണ്ട്. ഒന്നും കൂട്ടണ്ട. ഓരോരുത്തർ റവ കൂട്ടും, തൈര് കൂട്ടും, എന്തൊക്കെയോ കൂട്ടും എന്ന് പറയും. പക്ഷെ നമ്മളിതിലൊന്നും കൂട്ടലില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ തന്നെയാണ് മാവ് കുഴക്കലും ഇങ്ങനെ തന്നെ ചൂടലും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ മക്കളെ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായി കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.